ഹലോ, എല്ലാവർക്കും മല്ലു റൂട്ട്സ് ടിവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത മനസ്സിൽ കുറച്ചിലധികം വേദന ഉണ്ടാക്കിയ കുറച്ച് അനുഭവങ്ങൾ. ഓക്കെ, അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കുറച്ച് പേരെങ്കിലും അത് കടന്നു പോയവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ അതിൽ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ 1-2 പേരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഇൻസിഡൻസ് നമ്മൾ ഷെയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ഗുഡ് ഐഡിയ ആണ് നമ്മുടെ ഇരുന്ന ആ സിറ്റുവേഷനിൽ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഞാനും അത് ഫേസ് ചെയ്തത് എന്നുള്ളൊരു സിറ്റുവേഷനും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതേ സിറ്റുവേഷനിൽ തന്നെയായിരുന്നു ഞാനും, അവർ പറഞ്ഞിരിക്കുന്ന അതേ സിറ്റുവേഷനിലായിരുന്നു ഞാനും നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടെ ഇപ്പോൾ കടന്നു പോയ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഞാനിവിടെ വന്ന ടൈമിൽ ഒരു 1.5 വർഷത്തോളം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ആകെ അന്ന് 500 ക്രോണയായിരുന്നു എൻ്റെ ഒരു മാസത്തെ എൻ്റെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് 1000 രൂപ എൻ്റെ റെൻറ്റും 500 രൂപ ആയിരുന്നു ഞാൻ ലിവിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അത്ര അഫോർഡബിൾ ആയിരുന്നുള്ളൂ. കാരണം കുഞ്ഞു വർക്ക് ചെയ്തിട്ട് വേണം ആ പൈസ എനിക്ക് അയച്ചു തരാൻ. അപ്പോൾ അത്യാവശ്യം നമുക്ക് അരി, ഉരുളൻകിഴങ്ങ്, ബ്രെഡ്, ഇത്രയും സാധനങ്ങൾ മാത്രം അന്നത്തെ വാങ്ങാൻ പറ്റിയായിരുന്നുള്ളൂ ആ പൈസ കൊണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് എങ്കിലും ട്രാവൽ ചെയ്യാനോ പിന്നെ എന്തെങ്കിലും എന്താ പറയുക, നമ്മുടെ കോളേജിലൊക്കെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റൊക്കെ വേണ്ടി വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബാക്കി ഒരു വഴി കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കന്ന് കുപ്പി പറക്കും. ഞാൻ മുമ്പത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്തൊരു വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ലൈഫ് വളരെയധികം പെയിൻഫുള്ളായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കുപ്പി പറക്കാൻ പോകുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം പുലർച്ചെ 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങിപ്പോകും. കാരണം ആൾക്കാർ എസ്പെഷ്യലി വീക്കെൻഡുകളിലാണ് പോകാറ്. കാരണം ആ സമയത്തൊക്കെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആൾക്കാർ ബിന്നിലൊക്കെ കുപ്പി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് പറക്കാൻ പോകലായിരുന്നു വന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഈ ഓരോ കമ്മ്യൂണിലും ഓരോ ഫെസ്റ്റിവൽ വെക്കാറുണ്ട് അവർ, മ്യൂസിക് ഫെസ്റ്റിവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ എക്കോയിൽ ഇതേപോലെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഫെസ്റ്റിവലിൻ്റെ തലേദിവസം ഞാനും എൻ്റെ ഫ്രണ്ട് നൈജീരിയക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് അന്ന് നേരത്തെ ഏർലി മോർണിംഗിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വിട്ടു. അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, കുറേ പേരെ വാൾ വെച്ച് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയപ്പോൾ ഒരുപാട് കുപ്പികൾ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ എല്ലാം നല്ല ഇൻട്രസ്റ്റ്. അന്നത്തെ ദിവസം ഈ കുപ്പി വരിട്ട് വേണം ചിക്കൻ വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ച് എല്ലാം പറക്കി വന്നിട്ട് അവസാനം നമ്മളവിടുത്തെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്, നമ്മുടെ എക്കോയിലെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. ആ ബസ് സ്റ്റേഷനിൽ വന്ന് അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ സാധാരണ കേസിലെല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അന്ന് എന്തോ കുപ്പി പറക്കാനുള്ള ആ ഇൻട്രസ്റ്റിൽ ഞാൻ അറിയാതെ കൈ അതിലേക്ക് ഇട്ടു എന്ന് പറയുമ്പോൾ ആദ്യം നനവ് വന്നു. പക്ഷേ കൈ ഇട്ട് നോക്കിയപ്പോൾ കൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടാണ്, എന്നാലും ഞാൻ നമ്മുടെ ഹെഡ്ലൈറ്റും കാണില്ല. അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കിയ സമയത്ത് വളരെ പെയിൻഫുള്ളായിരുന്നു എനിക്ക് അന്ന് ആ ഇൻസിഡൻറ്റ്. കാരണം ഒരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ UK ആയിരുന്നപ്പോഴും കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്തപ്പോഴും ഒരുപാട് പേരുടെ അപ്പ് ഇതൊക്കെ കോരിയും ക്ലീനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നുണ്ടാവാത്ത ഒരു എന്തോ ഒരു സംഭവം, ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഭയങ്കര വേദന. അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. കാരണം ഒന്നുമല്ല, ആ കുപ്പി ഒരു നേരത്തെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കുപ്പി പറക്കണം, അത് ഛർദ്ദിച്ചിട്ടത് ഞാൻ കൈകൊണ്ട് എടുത്തത് എന്തോ അതെന്താണെന്നറിയില്ല, ഒരു സമയത്തും തോന്നാത്തൊരു ഫീലിംഗ് അന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് കരഞ്ഞപ്പോഴേക്കും മറ്റവൻ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് വന്ന് വരുമ്പോൾ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരഞ്ഞ് ഇരിക്കുന്ന സമയത്ത് കൈ നോക്കിയപ്പോൾ ആകെ ഛർദ്ദിച്ച് വെച്ച സാധനം എൻ്റെ കയ്യിൽ. അപ്പം അന്ന് പറഞ്ഞു, സാരല്ലടാ പോട്ടെ, നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാം, വെള്ളമുണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്, അപ്പോൾ ആ വെള്ളം വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അന്ന് മനസ്സിൽ വിചാരിച്ച സംഭവമാണ്, ഒരു ദിവസം ഇതാണ് എൻ്റെ ലാസ്റ്റ് ദിവസം, ഈ കുപ്പി പാട്ട പറക്കുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം ഇതാണ്. ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവരുത്, ഇങ്ങനെ ഒരു കുപ്പി പറക്കാൻ വരരുത്. അന്ന് ഓരോ കുപ്പി, അതിൻ്റെ ശേഷം നമ്മൾ കുപ്പി പറക്കിയതെന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഓരോ കുപ്പി അന്ന് അതിൻ്റെ ശേഷം പറക്കുമ്പോഴും
ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ, ടുമാറോ എനിക്ക് ഉണ്ടാവില്ല എന്നുള്ള ആ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ചെയ്തത്. അതൊരു വലിയൊരു പെയിൻഫുൾ ആയിരുന്നു. കാരണം അതിൻ്റെ ശേഷം ഒരു 3 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് പേപ്പറിൽ ജോലി കിട്ടി. പിന്നെ അതിൻ്റെ ശേഷം ഒരിക്കലും ഒരു ഫുൾ ടൈം, പേപ്പറിൽ ഒരു ഫുൾ ടൈം ആയിട്ട് ജോലി കിട്ടി പേപ്പർ ഡെലിവറിയിൽ. അതിൻ്റെ ശേഷം ഒരിക്കലും ഇങ്ങനെ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി കുപ്പി പറക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ആ ഒരു അനുഭവം ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അതിൻ്റെ ശേഷം കുപ്പി നമ്മൾ വാങ്ങുമ്പോൾ കളയാറൊന്നുമില്ല, അതൊക്കെ എടുത്തിട്ട് നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് പൈസ വാങ്ങാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതിന് വേണ്ടി ഒരു കുപ്പി പറക്കൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഇൻസിഡൻറ്റ്, അതൊരിക്കലും മറക്കില്ല. ആ പെയിനാണ് അന്ന് ഓരോ കുപ്പി പറക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇതെൻ്റെ ലാസ്റ്റ് ദിവസമാണ്, നാളെ എനിക്ക് അങ്ങനെ പറക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ്. അതിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ജോലി അന്വേഷിക്കാൻ എങ്ങനെയാണെങ്കിലും ഒരു 10 സ്ഥലത്താണെന്ന് പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒരു 20 സ്ഥലത്തെങ്കിലും ഞാൻ പോയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ആണ് ഇത് ഞാൻ ഓവർകം ചെയ്തത്. പിന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ, ജോലി അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ മോസ്റ്റ്ലി പോയിരുന്ന യോങ് ഷോപ്പിംഗ് സൈഡിലേക്കായിരുന്നു. കാരണം അതാണല്ലോ മെയിൻ ടൗൺ ഉള്ളത് നമുക്ക് ഇവിടെ ഉള്ളതിൽ. ഞങ്ങളുടെ എക്കോ ടൗൺ എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു, ഒരു 10-20 ഷോപ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ജോലി അന്വേഷിക്കാൻ പോണ സമയത്ത് ഒരുപാട് കടകളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ചായ കൊടുക്കുന്ന കടകളുണ്ട്, അവിടെ ടീ ഷോപ്പുകളുണ്ട്, പിന്നെ കബാബ് ഷോപ്പുണ്ട്, പിസേറി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്താ പറയുക ജോലിക്ക് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഇത്രയും റൂഡായിട്ടുള്ള ഒരു അനുഭവം ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഭക്ഷണമായിട്ട് തരാറുണ്ട്. നമ്മൾ സ്റ്റുഡൻ്റാണ്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജോലി അന്വേഷിച്ച് ഇറക്കുകയാണ്, ഒന്നും ആയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഭക്ഷണം തരാറുണ്ട്. ചിലവർ ടീ തരാറുണ്ട്, ചിലവർ മറ്റേ ക്രോയ്സൺ അങ്ങനത്തെ പോലെ സാധനങ്ങൾ തരാറുണ്ട്. ചില കടകളിൽ നമ്മൾ പോയി സംസാരിച്ച് അവർ പറയും നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബേക്ക് ആയിട്ടുള്ള നാശമായ പിസ്സകളുണ്ട്. അപ്പോൾ ആ പിസ്സകളുടെ അത് പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കില്ല. അപ്പോൾ അത് നമ്മൾ സംസാരിച്ചപ്പോൾ വൈകിട്ട് നിങ്ങൾ വന്നിട്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ പല കടകളാണ്. ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ അടുത്ത്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ അടുത്ത് സാരില്ല, എല്ലാം റെഡി ആവും എന്ന് പറയുന്ന ആൾക്കാർ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു യോങ് ഷോപ്പിങ്ങിൻ്റെ ഒരു സ്ഥലത്തുള്ളത്, ഒരു പക്ഷേ യോങ് ഷോപ്പിൽ താമസിക്കുന്നത് കാണുന്ന ആൾക്കാർ, യോങ് ഷോപ്പിലുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് കടയും കാര്യങ്ങളൊന്നും പറയണില്ല, അത് പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ യോങ് ഷോപ്പിംഗ് സെൻറ്ററിലുള്ള ഒരു ബുഫറ്റ്, ഓക്കെ, അപ്പോൾ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അന്ന് അവിടെ ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഭക്ഷണം ഒരുപാട് പേരുള്ള സമയത്താണ് ഞാൻ അവിടെ ചെന്നതെന്ന് തോന്നുന്നു. അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ജോലി അന്വേഷിച്ചു. അപ്പോൾ അവർ വളരെയധികം ദേഷ്യത്തോടു കൂടി ഷൗട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്, ജോലിയൊന്നുമില്ല, നിങ്ങൾ ഈ സമയത്താണ് വരുന്നത്. അങ്ങനത്തെ ഉള്ള പ്രോപ്പർ ഇംഗ്ലീഷ് അല്ല, മുറി ഇംഗ്ലീഷ് വെച്ച് അവരത് പറഞ്ഞു. അത് ഭയങ്കര അത് അവിടെ നിന്ന് ആൾക്കാർ കണ്ടതുകൊണ്ടാണോ അപ്പത്തെ ആ വിശപ്പിൻ്റെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതും മുമ്പ് പറഞ്ഞുള്ള അതേപോലത്തെ ഒരു ഫീൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നമ്മൾ ലാവിഷായിട്ടൊരു ഫുഡ് കഴിക്കാനല്ല ചോദിക്കണം, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജോലിക്കാണ് നമ്മൾ ചോദിക്കണം. അപ്പം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. പല ആൾക്കാർക്കും ചിലപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതോടുകൂടി നിർത്തിപ്പോയ ആൾക്കാരും ഉണ്ട്. അതോടുകൂടി ചിലപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ജോബ് സെർച്ച് കൂട്ടിയ ആൾക്കാരും എനിക്കറിയാം. അപ്പം ഇത് അന്ന് തിരിച്ചു വന്നിട്ട് വേറെ പിന്നെ നോക്കാമെന്നില്ല. കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷമില്ലാതെ നമ്മൾ പോയി നോക്കിയാൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നേരെ തിരിച്ചു എക്കോയിലേക്ക് തന്നെ പോകണം. അപ്പോൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിലിരുന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന്, കാരണം ഇവരുടെ അടുത്തൊരു റിവഞ്ച് പോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അതായത് ചെന്ന് ഇടിക്കാനും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ കൊടുക്കുന്ന സർവീസ്, ഏറ്റവും ബെസ്റ്റ് സർവീസ്, അവിടെ പോയിട്ട് തന്നെ പൈസ കൊടുത്ത് അവിടുന്ന് ഒരു ദിവസം ലാവിഷായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം. അത് ഞാൻ പഠിച്ചത് എൻ്റെ മെൻറ്റോർ ജിം റോൺ പറഞ്ഞുള്ള ആ വീഡിയോയിലാണ് പറഞ്ഞത്. ആളുടെ സ്വീറ്റ് റിവഞ്ചും ഇതേപോലെ തന്നെയായിരുന്നു. ആൾ എന്താ പറയുക, 30 വയസ്സായിട്ടും ബ്രോക്കായിരിക്കുന്ന സമയത്ത് കടം എടുത്ത ആൾക്കാർ വീട്ടിൽ വന്ന് അയാളുടെ പുറത്തിറക്കി കൊടുന്ന് നാറ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുപാട് ഷൗട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ആളും
എടുത്ത സ്വീറ്റ് റിവെഞ്ച് ആയിരുന്നു. എടുത്ത പൈസ ചില്ലറായിട്ട് കൊടുത്തിട്ട് അയാളുടെ അടുത്ത് സ്വീറ്റ് റിവെഞ്ച് ചെയ്തുള്ള സംഭവം. അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മൾ അനുഭവിച്ച ആ പെയിൻ നമുക്ക് കുറച്ചും കൂടി ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ അന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ഞാനാ പറഞ്ഞ പേപ്പർ ജോബ് കിട്ടി. എൻ്റെ ഫസ്റ്റ് സാലറി ഞാൻ അവിടെ പോയി അവിടുത്തെ ബുഫറ്റ് ലാവിഷായിട്ടിരുന്ന് കഴിച്ചു. ഓക്കെ, അപ്പോൾ രണ്ട് പ്രാവശ്യം പോയി എന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ട് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ജോലിയൊക്കെ ആയി എന്നുള്ള ഒന്നും പറഞ്ഞൊന്നുമില്ല. അവിടെ പോയി അവർ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇപ്പോൾ അവിടെ അന്ന് ചെന്നപ്പോൾ ഒരു ഉച്ച ടൈമിലുണ്ട് ബുഫറ്റ് ടൈം, ഒരു ഉച്ച സമയത്ത് 2 മണിയാവുന്ന സമയത്താണ് ചെന്നത്. അപ്പം അന്ന് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സെർവ് ചെയ്തത്. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ, ഇനിയും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് ഫീൽ ചെയ്ത ആ പെയിൻ അതോടുകൂടി അന്നിട്ട് ഫീൽ ചെയ്തു. അന്നെടുത്ത ആ പെയിൻ അവർ ആ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളോട് കൂടിയിട്ട് അത് പോയി എന്നുള്ളതാണ്. അപ്പം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ജോലിയുടെ കാര്യങ്ങൾക്കും ഇതിലൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ പെയിൻ ആക്കാത്ത രീതിയിലുള്ള സ്വീറ്റ് റിവെഞ്ചുകൾ ചെയ്യാവുന്നത് നല്ലതാണ്. കാരണം അതൊരു അടുത്ത ഗോൾ സെറ്റ് ചെയ്യാനും എല്ലാവരുടെ കാര്യത്തിൽ എന്താണല്ലോ, എൻ്റെ കാര്യത്തിൽ അത് വർക്ക് ചെയ്യാൻ ഞാൻ അങ്ങനെയാണ്. കിട്ടാത്ത സംഭവം ടൈം ഫ്രെയിമും അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം അത് വർക്ക് ചെയ്യും. എൻ്റെ ലൈഫിൽ എല്ലാം പറഞ്ഞ ടൈമിൽ നടന്നിട്ടില്ല. പക്ഷേ ഇത്തിരി ലേറ്റ് ആണെങ്കിലും എല്ലാം ലൈഫ് നമ്മൾ ലീസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്ത സമയത്ത് കൊണ്ടുവന്ന് തരാറുണ്ട്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊണ്ടുവന്ന് തരാറുള്ളത്. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ അത് കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇത്രയും നല്ല സന്തോഷകരമായി അവസാനിച്ചത്. ഓക്കെ, ചിലപ്പോൾ സമയം ഒരുപക്ഷെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 പാർട്ടായിട്ട് ഞാൻ ചെയ്യാം. കാരണം ലോങ് വീഡിയോസൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല ശരിക്കും ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഷോർട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുവരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോബി. ബൈ.